ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. കാരണം ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നൊരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട്. ഈ വിദ്യ ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. 1950കളിലൊക്കെ ജീവിച്ചിരുന്ന നെവിൽ ഗോഡാർഡ് എന്ന മഹാനായ ആത്മീയ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിദ്യയാണിത്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഒരു ലളിതമായ കാര്യമാണ്: ഉറക്കം. നമ്മൾ ഓരോ രാത്രിയും ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതൊരു സാധാരണ സമയമല്ല. അത് നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് തുറക്കുന്നൊരു വിൻഡോ ആണ്. കർട്ടൻ മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് അകത്തേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. കൂട്ടുകാരെ, നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, അതായത് നിങ്ങൾ കട്ടിലിൽ കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ, നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. ഇത് നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ നിങ്ങളുടെ തലച്ചോറ് പതിയെ ശാന്തമാവുകയും അതിൻ്റെ ഫ്രീക്വൻസി മാറുകയും ചെയ്യും. നിങ്ങളുടെ തലച്ചോറ് തീറ്റ സ്റ്റേറ്റ് എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഒരുതരം ആഴത്തിലുള്ള മയക്കത്തിലോ ഹിപ്നോസിസിലോ ആയിരിക്കും. ഈ സമയത്താണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറായി നിൽക്കുന്നത്. അതായത് ഈ സമയത്ത് നമ്മുടെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെ ആകും. നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഉപബോധ മനസ്സിന് എന്ത് നൽകുന്നുവോ അതൊരു യഥാർത്ഥ വസ്തുതയായിട്ട് മനസ്സ് സ്വീകരിക്കും. ഒരു ദിവസത്തെ മറ്റ് സമയങ്ങളെക്കാൾ 100 ഇരട്ടി ശക്തിയോടെ അത് നിങ്ങളുടെ ജീവിതത്തിൽ വേരുറപ്പിക്കാൻ തുടങ്ങും. ഇനി നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് പറയാം. അതായത് കൂടുതൽ ആളുകളും ഈ ഒരു ഗോൾഡൻ ടൈം എങ്ങനെയാണ് കളഞ്ഞു ഒളിക്കുന്നതെന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് മൊബൈൽ സ്ക്രോളിംഗ്. ഉറങ്ങാൻ കിടന്ന ഉടനെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നു. ആവശ്യമില്ലാത്ത വാർത്തകൾ, നെഗറ്റീവ് കമൻറ്റുകൾ, അല്ലെങ്കിൽ വിഷമമുണ്ടാക്കുന്ന മറ്റുള്ളവരുടെ ജീവിതം അത് കണ്ട് നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയുന്നു. രണ്ടാമത്തേത് കഴിഞ്ഞുപോയ ചിന്തകൾ. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്വയം വേദനിക്കുന്നു. ഇനി മൂന്നാമത്തേതാണ് ഭാവിയെക്കുറിച്ചുള്ള പേടി. നാളത്തെ ജോലി എങ്ങനെയാവും, ഇത്രയും കട എങ്ങനെ തീർക്കും എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് കിടക്കും. നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളോടും സങ്കടങ്ങളോടും പൂർണ്ണമായിട്ടും പൊരുത്തപ്പെട്ട് ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെയെല്ലാം ശരിയെന്ന് സീല് വെക്കുന്നു. അതെ, ഇതാണ് എൻ്റെ യഥാർത്ഥ ജീവിതം. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നു. ഇനി നാളത്തെ ദിവസം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. ചിന്തകൾ അലഞ്ഞു തിരിയുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം: നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രി മുഴുവൻ റിഹേഴ്സൽ ചെയ്യുന്നത്. നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ നിയന്ത്രണമുള്ള ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എന്ന് വിശ്വസിച്ചായിരിക്കും. എന്നാൽ നിങ്ങൾ തലേന്നത്തെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങൾ, നിങ്ങൾ മാനസികമായും വൈകാരികമായും സ്വീകരിച്ച യാഥാർത്ഥ്യം, അതാണ് നിങ്ങളുടെ അടുത്ത ദിവസത്തെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തലേ ദിവസത്തെ നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ചുള്ള ലോകത്തിലേക്കാണ്. നിങ്ങൾ രാത്രിയിൽ സങ്കടപ്പെട്ട് കിടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ മനസ്സ് സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ഈ ബോധ മനസ്സിന്, അതായത് കോൺഷ്യസ് മൈൻഡിന്, ഉപബോധ മനസ്സിന്റെ ശക്തി അളക്കാൻ കഴിയില്ല. ഉപബോധ മനസ്സെന്നത് പ്രപഞ്ച ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് സൃഷ്ടാവാണ് എന്നാണ് നെവിൽ ഗോഡാർഡ് വിശ്വസിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിനെ ദൈവമെന്നോ പ്രപഞ്ചമെന്നോ യൂണിവേഴ്സൽ എനർജി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന സന്ദേശം നിങ്ങളുടെ നാളത്തെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നിങ്ങൾ കിടക്കയിൽ കിടന്ന് യൂണിവേഴ്സിലേക്ക് ഒരു സ്ട്രോങ് മെസ്സേജ് അയക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് പറയട്ടെ. 3 സിമ്പിൾ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഒന്നാമത്തേത്, പുതിയൊരു ഞാനാവുക.
നിങ്ങളുടെ പുതിയ പതിപ്പ് സൃഷ്ടിക്കുക എന്നത്. നെവിൽ ഗോഡാർഡിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങളുടെ സ്വയം സങ്കല്പത്തിൽ മാറ്റം വരുത്തുക. അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള കോൺസെപ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ആക്ടിവിറ്റി പറയാം. നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ചിന്തകൾ? ഇനി അടുത്തത്, നിങ്ങളൊരു ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്? നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഇതിനെക്കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. നിങ്ങളുടെ പുതിയ വേർഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയ നിങ്ങളുടെ പതിപ്പ് ആരാണ്? രണ്ടാമത്തേത്, സമ്പന്നനായ നിങ്ങൾ, സന്തോഷവാനായ നിങ്ങൾ, ആരോഗ്യവാനായ നിങ്ങൾ, ഈ പുതിയ ആൾ ആരാണെന്ന് എഴുതണം. ഇനി എഴുതുക മാത്രമല്ല, അത് അനുഭവിക്കുകയും കൂടെ വേണം. അതിനുവേണ്ടി കണ്ണുകൾ അടച്ച് നിങ്ങൾ ആ ഒരു വേർഷൻ ആയിക്കഴിഞ്ഞു എന്ന് ഫീൽ ചെയ്യുക. നിങ്ങൾ ആ ഒരു പുതിയ ലെൻസിലൂടെ നിങ്ങളെ കാണുന്നു. ചുമ്മാ ചിന്തിക്കുകയല്ല, ആ ഒരു ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് പുതിയ ഒരു ഞാനാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ പതിപ്പിനെ സൃഷ്ടിക്കുക എന്നായിരുന്നു. ഇനി രണ്ടാമത്തേത് പുതിയ ശീലങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വേർഷനിലേക്ക് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ദിനചര്യയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? സമ്പന്നനായ നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ മൊബൈലിൽ നെഗറ്റീവ് വാർത്തകൾ വായിക്കൂ? ഇല്ല. വിജയിച്ച നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെയായിരിക്കും പരിപാലിക്കുക? നിങ്ങൾ എന്തായിരിക്കും ഒഴിവാക്കുക? നിങ്ങൾ എന്തായിരിക്കും പ്രാധാന്യം കൊടുക്കുക? പുതിയൊരു ദിനചര്യ ഇന്ന് തന്നെ ഉണ്ടാക്കണം. നിങ്ങളുടെ ബെഡ് ടൈം റൊട്ടീൻ എങ്ങനെയാവണം എന്ന് പ്ലാൻ ചെയ്യുക. ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു നല്ല ബുക്ക് വായിക്കുന്നതാകാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതാകാം. സെൽഫ് കെയറിന് പ്രയോറിറ്റി കൊടുക്കുക. ഇനി മൂന്നാമത്തേതാണ് ഉറങ്ങുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക. 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി നിങ്ങൾ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഈ 2 പവർഫുൾ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. അതിലൊന്നാമത്തെ ഓപ്ഷനാണ് വിഷ്വലൈസേഷൻ ലൂപ്പ്. നിങ്ങൾ ആഗ്രഹിച്ചത് മാനിഫെസ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് വേർഷൻ ഇമാജിൻ ചെയ്യുക. അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഡ്രീം ജോബ് കിട്ടിയ ശേഷം നിങ്ങളുടെ ബോസ് നിങ്ങളെ അഭിനന്ദിക്കുന്ന ആ ഒരു നിമിഷം, അതൊരു 5 സെക്കൻഡ് ക്ലിപ്പ് പോലെ മതി. അത് ഫീൽ ചെയ്ത് ആ ഒരു സീൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്യുക. ആ ഒരു ഫീലിങ്ങിൽ ഉറങ്ങിപ്പോവുക. അങ്ങനെ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന ബെഡ് പ്രോപ്പ് ടെക്നിക്ക് എന്നാണ് അതിന് പറയുന്നത്. നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾ കിടക്കുന്ന കിടക്കയുടെ സ്പർശം ഉപയോഗിക്കാം. അതായത് ഈ കിടക്ക എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച യാഥാർത്ഥ്യത്തിലെ ബെഡാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലെ മുറിയിലാണ് ഉറങ്ങാൻ പോകുന്നത്. നിങ്ങളുടെ ചുറ്റും എന്താണ് വ്യത്യാസം? ഈ മുറിയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്ത് സന്തോഷവും ആവേശവുമാണ് ഉള്ളത്. ആ ഒരു ഫീലിംഗ് ശരീരം നിറയെ അനുഭവിച്ച് ഉറങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച ആ പുതിയ എന്നെ പോലെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്